ഭദ്രൻ, ഭൈരവൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ബാലൻ. അപ്പൊ അടുത്തതായി നിങ്ങളോട് ഭദ്രൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഒരു പടക്കക്കടയുടെ വ്ളോഗ് ചെയ്യാൻ പോയ ഞാനാണ് ഇപ്പൊ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്. ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം, രഘുചേട്ടനെ അറിയാം. അപ്പോൾ പക്ഷെ അടുത്ത് പരിചയപ്പെടുന്നത് രഘുചേട്ടന് ആ വ്ളോഗ് ചെയ്യാൻ പോയതിനു ശേഷമാണ്. അതിനുശേഷം ഒരാഴ്ച നമ്മൾ ദുബായി പോയി. അപ്പോഴത്തേക്ക് ദുബായിൽ ഒരു ബാറിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാനും രഘുചേട്ടനും ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ ഒരാഴ്ച ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ഈ ഒരു സിനിമ അങ്ങനെ വർക്കൗട്ടായി വന്നൊരു സിനിമയാണ്. ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല, പെട്ടെന്ന് ഈ ഒരു പടക്കക്കടയുടെ വ്ളോഗ് ചെയ്യാൻ പോയി. എനിക്കൊന്ന് ഒരു മണിക്കൂറുകൊണ്ട് ആ വീഡിയോ, 2 മണിക്കൂറുകൊണ്ട് 1 മില്യൺ അടിച്ച പടക്കക്കടയുടെ വീഡിയോ. ഞാനും രഘുചേട്ടനും വിഷ്ണുചേട്ടനും കൂടെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മള് വീണ്ടും കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച തമാശ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. പ്രൊമോഷനൊക്കെ നന്നായി, അവരൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും വിചാരിച്ചു. പക്ഷെ നമ്മൾ പിന്നെ ദുബായി പോയതിനു ശേഷം ഇതിന്റെ ചർച്ച വീണ്ടും സജീവമാകുന്നു. തിരിച്ചു വന്നപ്പോൾ ഇതിന്റെ പോസ്റ്റർ വരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചായിരിക്കും ചുമ്മാ. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ആയി. എന്നിപ്പോൾ ടൈറ്റിൽ ലോഞ്ച് എത്തി ഉടനെ എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനത്തോടുകൂടി ഷൂട്ടിങ്ങും ആരംഭിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ തടി കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു ഇവരോടൊക്കെ ഇപ്പോൾ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. വളരെ സന്തോഷം. ഞാനും നിങ്ങളെ പോലെ ഒരു മാധ്യമ പ്രവർത്തനമായിരുന്ന ആളാണ്. എല്ലാവർക്കും അറിയാം, ഞാനിവിടെ പ്രസ് ക്ലബ്ബിൽ ഒരു മെമ്പറും കൂടെയാണ്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ ഇന്ത്യ TV എന്ന് പറഞ്ഞ നാഷണൽ ചാനലിലെ കേരള ബ്യൂറോ ചീഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എരീസിന്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തിരുന്നത് ഈ ട്രാവൽ ഫുഡ് വ്ളോഗ്സ് ഒക്കെ. ഫുഡ് കഴിക്കുക ഒരുപോലെ ഇഷ്ടപ്പെടുന്ന 3 പേരാണ്. ഞാനും രഘുചേട്ടനും വിഷ്ണുചേട്ടനും ഒരുമിച്ച് പല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും അവരോടൊത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. താങ്ക് യു. ഹലോ, എനിക്ക് കൂടുതലും സംസാരിക്കാനില്ല. എല്ലാ കാര്യവും ഈ പടത്തിന് എല്ലാ കാര്യവും രഘുട്ട ഏറ്റു പറഞ്ഞു. ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പരമദേവനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ബിഗ് ഭീമൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക. എല്ലാവരും നമസ്കാരം. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഫൈറ്റ് മാസ്റ്റർ ബ്രൂസ്ലി രാജേഷ് എന്നാണ് സ്ക്രീൻ ടൈറ്റില്. ലാസ്റ്റ് റിലീസായത് കുഞ്ചാക്കോ ബോബന്റെ പത്മിനി, പിന്നെ അതിന് മുമ്പ് ഉടുമ്പ്, ലോലപ്പിന്റെ മാമോദിസ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, 140 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.